ഹമാസ് ഇന്നലെ മറ്റൊരു കടും കൈ കാട്ടി. 456 ദിവസമായി തടവിലാക്കിയിരുന്ന ഇസ്രായേൽ ട്രെയിനി പട്ടാളക്കാരിയെ ഇന്നലെ ചാനലുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു. കേവലം 19 വയസ്സ് മാത്രമാണ് അവരുടെ പ്രായം എന്നോർക്കണം. ലിറി എൽബാഗ് എന്നാണ് ഈ 19കാരിയുടെ പേര്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് പിടിച്ചുകൊണ്ടുപോയവരിൽ പെടും ലിറിയെ പിറകോട്ട് കൈകൾ കെട്ടി ഇരുവശത്തും മറ്റു പല തടവുകാരും ഉൾപ്പെടെയുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലിറിയയുടെ മാത്രമല്ല പരിസരത്തിരിക്കുന്നവരുടെയൊക്കെ ശരീരത്തിലും മുഖത്തുമൊക്കെ ചോരപ്പാടുണ്ട്. 456 ദിവസമായി ഞങ്ങൾ മരണം മുമ്പിൽ കണ്ടിവിടെ ജീവിക്കുന്നു. ഇരുട്ടറിയിൽ ഭീകരമായ വേദനകളും പീഡനങ്ങളും അനുഭവിച്ച് ഞങ്ങൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? നിങ്ങൾ ഒരു പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇരുട്ടറകളും മരണവും മാത്രമാണ്. ഞങ്ങളെ ഇങ്ങനെ കൈവിടരുത്. ഏതറ്റം വരെ പോയി പ്രശ്നം പരിഹരിക്കൂ, ഞങ്ങളെ പുറത്തിറക്കൂ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലിലി ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയോടും സംസാരിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനോട് ലിറി പറയുന്നു, അങ്ങേക്ക് എന്റെ പിതാവിനെ നേരിട്ടറിയാം. എന്റെ പിതാവും മാതാവും എത്ര ദിവസമായി എന്നെ കാത്തിരിക്കുന്നു. അവർക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ലെന്നുണ്ടോ? അവരോട് അങ്ങ് മാപ്പ് പറയണം. അങ്ങ് അവരോട് അതിന് വിശദീകരണം നൽകൂ. ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഭൂമിയിൽ ജീവിക്കണ്ടേ. നിങ്ങളിങ്ങനെ യുദ്ധക്കൊതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനും എന്നെ പോലെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരും എന്തു ചെയ്യും? അതിദയനീയമായ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗുമായാണ് ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസിന്റെ തടവറയിൽ അവർ എഴുതി കൊടുക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് തുള്ളാൻ മാത്രമേ തടവിലാക്കപ്പെട്ടവർക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ ഇളക്കുന്നതിന് വേണ്ടി, അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഹമാസ് ഇത്തരം പണികൾ ചെയ്യുന്നത്.